ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം ചെപ്പാറ റോക്ക് ഗാർഡൻ കാണാൻ വേണ്ടി പോവാണ്. ഇത് കുണ്ടുകാട് എന്ന് പറയുന്ന സ്ഥലമാണ്. തേക്ക് പ്ലാന്റേഷനാണ്. ഇത് കംപ്ലീറ്റ് തേക്കാണ്. വലിയൊരു പാറമട ഉണ്ട് ആ സൈഡ്. ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളിപ്പം ചെപ്പാറ റോക്ക് ഗാർഡൻ കാണാൻ വേണ്ടി വന്നതാണ്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 15-16 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത്. ഈ കാണുന്നതാണ് ചെപ്പാറ റോക്ക് ഗാർഡൻ. ഇതിലെയാണ് നമ്മൾ വന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും. ഇതിലെ ഇങ്ങനെ കമ്പി കണ്ടില്ല, അത് പിടിച്ച് അങ്ങനെ മുകളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും. കുറച്ച് ആളുകളൊക്കെ മുകളിലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പതിയെ മുകളിലേക്ക് കയറി പോവാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് താഴേന്ന് കയറി വന്ന് മുകളിലെത്തി. കുറച്ചും കൂടി അങ്ങോട്ട് കയറി പോവാണ്ട് ഏകദേശം മുകളിലെത്തി. ഇനി ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്താ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്തൊക്കെയോ നോക്കട്ടെ. ചെപ്പാറ റോക്ക് ഗാർഡൻ ഹരിത വിനോദസഞ്ചാര കേന്ദ്രം. അത് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല, അങ്ങനെയൊക്കെ. ഇത് ഇവിടെ നിന്നുള്ള വ്യൂ ആട്ടോ. നല്ല കാറ്റുണ്ടേ, അടിപൊളി. അപ്പുറത്തെ സൈഡിൽ കൂടി എന്തോ ഒരു കമ്പിയൊക്കെ കെട്ടി വെച്ച് കണ്ടിട്ടുണ്ടല്ലോ, ഒന്ന് പോയി നോക്കട്ടെ. ഞാനപ്പോൾ ചെപ്പാറ റോക്ക് ഗാർഡൻ്റെ മുകളിലേക്ക് കയറി. ഇവിടെ ഇപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. കയറി വന്നതിൻ്റെ ഒരു ചെറിയ കിതപ്പുണ്ട്, അത് കുഴപ്പമില്ല, മാറിക്കോളും. ഇതിങ്ങനെ പരന്ന് കിടക്കുക കേട്ടോ, അങ്ങോട്ടൊക്കെ ഉണ്ട്. ഈ സൈഡിലേക്ക് പോയിട്ടുള്ള വ്യൂ എന്താണെന്നുള്ളതെന്ന് പോയി നോക്കാം. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഇവിടെ നിന്നുള്ള ആകാശത്തിൻ്റെ വ്യൂ കണ്ടോ, അടിപൊളിയായില്ലേ? കുറച്ചും കൂടിയൊക്കെ, അതായത് ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിലേ ഈ പാറപ്പുറത്ത് നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശത്തിൽ നല്ല നിലാവുള്ള രാത്രിയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. നക്ഷത്രങ്ങളും ചന്ദ്രനും അതുപോലുള്ള മനോഹരമായ കാഴ്ച ഇവിടുന്ന് രാത്രി സമയത്ത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എവിടെയോ മുനിയറകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം, ഇവിടെ എവിടെയാ മുനിയറ എന്നൊക്കെ. ഇത് ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലൊക്കെ ഉള്ളൊരു വ്യൂ ആണ്. ഇതിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നടക്കണം കേട്ടോ, അല്ലെങ്കിൽ കാല് തെറ്റിക്കഴിഞ്ഞാൽ നേരെ താഴെ എത്തും. ഇതാണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ചരിഞ്ഞിട്ടുള്ള പാറയാണ്, വലിയൊരു പാറയത്. അപ്പം ഇതിൽ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. അതിലൊക്കെ ചെറിയ ചെറിയ വഴികൾ അങ്ങോട്ട് പോകാനും പിന്നെ താഴെ കൂടി അങ്ങനെയൊക്കെ വഴി കാണുന്നുണ്ട്, നടന്നു പോയിട്ടുള്ള വഴികൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. ഇതിലൊരു ഇറങ്ങി പോകാൻ പറ്റുന്നൊരു വഴി കാണുന്നുണ്ട്. നമുക്കൊന്ന് ഇറങ്ങി പോവാം. അവിടെ ഒരു ചെറിയ കല്ലിങ്ങനെ ഒരു അടിപൊളി ഒരു കല്ലുണ്ട്, അതൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതിൽ ഇറങ്ങി പോകാനൊരു വഴിയുണ്ട് കേട്ടോ. അങ്ങനെ വഴി കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് താഴോട്ട് ഇറങ്ങിയതാണ്. ഇതിലിപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, വാവ്, അടിപൊളി സ്ഥലം. ഇവിടെയും അതേപോലെ തന്നെ വലിയൊരു പാറയുണ്ട്. പിന്നെ ഒരു കല്ല് കണ്ടോ ഇവിടെ, ആ കല്ല് ആ കല്ലിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാം. വലിയൊരു പാറക്കല്ല്, അതിങ്ങനെ ആ ചെരുവിലാണ് നിൽക്കുന്നത്. അടിപൊളിയായില്ലേ? കണ്ടോ, ആ ചെരുവിലാണ് ആ പാറക്കല്ല് നിൽക്കുന്നത്. ഇതെങ്ങനെയായിരിക്കും ഈ പാറക്കല്ല് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ആവോ? എന്തായാലും കുറേ വർഷത്തെ പഴക്കമുണ്ട്. ഈ ചെപ്പാറയ്ക്ക് ഒരുപാട് കഥകളും പറയാനുണ്ടാവുമായിരിക്കും അല്ലേ? ഒരുപാട് ചരിത്രം ഉണ്ടാവും പറയാൻ. ഇവിടെ നിന്നുള്ള വ്യൂ ആട്ടോ. അങ്ങോട്ടൊക്കെ കുറേ, ഇവിടെ നോക്കുമ്പോൾ ഫുള്ള് കാടാണെന്ന് തോന്നുന്നത്. തെങ്ങിൻ തോപ്പും അതുപോലെ റബ്ബറും ഒക്കെ ആയിട്ട്. നമ്മൾ കയറി ഇപ്പുറത്തെ സൈഡിലേക്ക് വരിക ചെയ്തത്. ഇനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട്, അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡ് കയറി ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ടുണ്ടെങ്കിൽ കുറേ കാഴ്ചകളുണ്ട്, അവിടേക്ക് പോവാം. ചെപ്പാറ ഇങ്ങോട്ട് വരാനായിട്ട് 2-3 വഴികളുണ്ട്. ഒന്ന്, ഞാനിപ്പോൾ വന്നത് തൃശ്ശൂർ പട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത്. കുണ്ടുകാട് എന്നൊക്കെ പറയുന്ന
സ്ഥലത്തൂടെ. അത് ഈ തേക്കിൻ്റെ കാടൊക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ്. തേക്കിൻ കാടും പിന്നെ കുറച്ച് ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുപോലെ നമുക്കിവിടുന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ 10 കിലോമീറ്ററേ ഉള്ളൂ. നാട്ടുവഴികളിലൂടെ ട്രാവൽ ചെയ്ത് ഇവിടേക്ക് എത്താൻ പറ്റും. ഇനി ഈ പാറ കാരണം ഇരിക്കാനായിട്ട് ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പാറയ്ക്ക് എത്രത്തോളം വർഷം പഴക്കം ഉണ്ടാവും അല്ലേ? ഒരു പക്ഷേ ഭൂമി ഉണ്ടായ കാലത്തോളം പഴക്കം ഈ പാറയ്ക്ക് ഉണ്ടാകുമോ? ഇത് കണ്ടോ, ഒറ്റ പാറയാണ്. അതായത് എവിടെയും പൊട്ടിയിട്ടോ ഒന്നുമില്ല. വലിയ പാറ. ഇവിടുന്ന് ഇങ്ങനെ നീളത്തിൽ അങ്ങോട്ട് ദൂരേക്ക് പോകാനുണ്ട്. ഒറ്റ കഷ്ണം, ഒറ്റ പാറ. ഇവിടെ ഇങ്ങനെ കെട്ടി സൂക്ഷിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു മുനിയറകൾ. ഇവിടെയൊക്കെ പുല്ല് പിടിച്ച് ഇതായി കിടക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാവാഞ്ഞിട്ടാണ്. അതുപോലെ ഇവിടെയുണ്ട്, അപ്പുറത്തുമുണ്ട്, ആ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഈ മുനിയറ എന്ന് മാത്രം പറയാനേ എനിക്കറിയുള്ളൂ. ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. ഈ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല. ഇതും മുനിയറയാണ്, ഇവിടെയും മുനിയറയുണ്ട്. പിന്നെ അതാ ആ കാണുന്നതും മുനിയറയാണ്. പിന്നെ അവിടെ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. 4 മണി സമയമാണ് ഇപ്പോൾ. കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് കൊണ്ട് ആൾക്കാർ വരാൻ മടിക്കുന്നതാവാം. ഇവിടെയുള്ള മുനിയറകൾക്ക് ഏകദേശം 6000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ? മഴ പെയ്തിട്ടുള്ള വെള്ളമായിരിക്കും അത്. ചിലപ്പോൾ ഇനി പാറയിൽ നിന്നുള്ള ഉറവയാണോ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. എന്തായാലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. വളരെ മനോഹരമായൊരു കാഴ്ച. ഇതിൻ്റെ മുകളിൽ നടന്ന് ആസ്വദിക്കാൻ കുറേ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ നമുക്ക് നടന്ന് പോവാം. എന്താ പറയുക, ഈവനിങ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല സുഖസുന്ദരമായിട്ട് ഇതിലെ നടന്ന് നല്ല തണുത്ത കാറ്റും ഒക്കെ കിട്ടും. ഇത് കണ്ടോ വെള്ളം? മഴ പെയ്തിട്ടാണെന്ന് തോന്നുന്നു ചാല് പോലെ വെള്ളം അങ്ങോട്ട് ഒഴുകിയിട്ടുള്ള. ഈ വെള്ളം ഒഴുകിയിട്ടുള്ള ഈ ചാലുകൾ കണ്ടോ? ഈ ചാലുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ വെള്ളം ഒഴുകിയത് ഒരു ചാലിലൂടെയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മനുഷ്യനിർമ്മിതമായിരിക്കില്ല. ചിലപ്പം വെള്ളം ഒഴുകി ഇങ്ങനെ ചാലായതായിരിക്കും. കണ്ടില്ലേ? എനിക്കതിനെപ്പറ്റി അറിയില്ല. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ വെള്ളം ഒഴുകി ചാലായതായിരിക്കും. കണ്ടോ? ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. വെള്ളം ഒഴുകി ചാലായതാന്ന് തോന്നുന്നു. ഈ വെള്ളത്തിൻ്റെ ഇതിന് എത്ര ആഴം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കരയിൽ നിന്ന് മാത്രമേ വെള്ളത്തെ കണ്ട് ആസ്വദിക്കുകയുള്ളൂ. ഇറങ്ങിയിട്ടുള്ള കലാപരിപാടികളൊന്നും ഞാൻ എവിടെയും ചെയ്യാറില്ല. കാരണം നമുക്കിതിൻ്റെ ആഴം എത്രയുണ്ടെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ കരയിൽ നിന്ന് ആസ്വദിക്കാം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നല്ല ഏരിയകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെപ്പാറയിലെ കാഴ്ചകൾ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പിന്നെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.